പോലീസ് പിടിയിലായപ്പോഴും വിശപ്പ് സഹിക്കാനാകാതെ നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷൻ സെല്ലിലേക്ക് എത്തിച്ചപ്പോൾ ചെന്താമര ആദ്യം ചോദിച്ചത് ചോറും ചിക്കനും വേണം എന്നായിരുന്നു. ഇപ്പോൾ ചെന്താമര കസ്റ്റഡിയിലുള്ള ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പാലക്കാട് SP അജിത് കുമാർ എത്തിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. ഇയാൾക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ആൾക്കാർ പരിഹാസത്തോടെ പറയുന്നുണ്ട് കേട്ടോ. പറയൂ നിഖിൽ. SKN അല്പസമയം മുൻപ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS ഇപ്പോൾ ഈ ആലത്തൂർ DYSP ഓഫീസിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. പ്രതിയുമായി ഇപ്പോൾ SP സംസാരിക്കുന്നത്, ജില്ലാ പോലീസ് മേധാവി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് അവരുടെ ഒരു കോൺഫറൻസ് റൂമിന് ഇപ്പുറത്ത് നിന്ന് നമ്മൾ പകർത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജില്ലാ പോലീസ് മേധാവി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ പ്രതിയുമായി സംസാരിച്ച ശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് ഇപ്പോൾ SP അറിയിച്ചിട്ടുള്ളത്. അതിലും ചില കൗതുകകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് SKN. അത് ആ വിവരങ്ങൾ അല്പസമയം മുൻപ് DYSP വ്യക്തമാക്കിയതാണ്. അതായത് പ്രതിയെ ഇന്നലെ സെല്ലിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ ആദ്യം തന്നെ പ്രതി ചോദിച്ചത് മറ്റൊരു ചോദ്യവുമില്ല. എന്തെങ്കിലും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ തനിക്ക് അഭിഭാഷകനുമായി സംസാരിക്കണമെന്നോ അങ്ങനെ ഒരു ചോദ്യവുമില്ല. പ്രതി ആദ്യം തന്നെ ചോദിച്ചത് ഈ സെല്ലിൽ ചോറും ചിക്കനും കിട്ടുമോ എന്നാണ്. ചോറും ചിക്കനുമായിരുന്നു പ്രതിക്ക് ആവശ്യം. അത് ഈ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ഉദ്യോഗസ്ഥർ പകരം ഇഡ്ഡലിയും ഓംലെറ്റും നൽകി. ഭക്ഷണപ്രിയനായ പ്രതി ഭക്ഷണം മൂലം തന്നെയായിരിക്കും പിടിയിലാവുക എന്ന് പോലീസിന് വിശ്വാസമുണ്ടായിരുന്നു. ആദ്യം സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും ഈ പ്രതി പിടിയിലാവുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സഹോദരൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെയായിരുന്നു. സമാനമായ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് 2 ദിവസമൊന്നും ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് കഴിയില്ല എന്ന് സഹോദരന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് സഹോദരൻ തന്നെ പറഞ്ഞിരുന്നു ഇയാൾ 2ാമത്തെ ദിവസം വീട്ടിലേക്ക് എത്തും എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ 2ാം ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. അതേ സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഇന്നലെയും ഇപ്പോൾ പ്രതിക്ക് ആവശ്യം ഭക്ഷണമായിരുന്നു. എത്രയും വേഗത്തിൽ ഭക്ഷണം ചോദ്യം ചെയ്യൽ ഇത് കഴിഞ്ഞിട്ട് പോരെ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോരെ ചോദ്യം ചെയ്യൽ എന്ന് ഉദ്യോഗസ്ഥരോട് പ്രതി ചോദിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യം ചോദ്യം ചെയ്യൽ അതിനുശേഷം ഭക്ഷണം എന്ന് പറഞ്ഞു. പ്രതി ചോദിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോറും ചിക്കനും ആവശ്യപ്പെട്ടു, ഇഡ്ഡലിയും ഓംലെറ്റും നൽകി. അതാണ് സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഈ ആലത്തൂർ DYSP ഓഫീസിലെത്തി പ്രതിയുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. പ്രതി അതിനുള്ള മറുപടികൾ യാതൊരു കൂസലുമില്ലാതെ, ഒരു തരത്തിലുള്ള കുറ്റബോധമോ അത്തരത്തിലുള്ള ഒരു ആശങ്കയുമില്ലാതെ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. തൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ, അതിൽ നിറവേറ്റാൻ കഴിഞ്ഞ ആളുകൾ, അതായത് 3 പേരെ ആണ് പ്രതിയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത്. പ്രതി ജയിലിൽ വെച്ച് പദ്ധതി ഇടുമ്പോൾ അതിൽ സുധാകരനും ലക്ഷ്മിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രതിയുടെ ഒരു ആഗ്രഹപ്രകാരം പ്രതിക്ക് കൊലപ്പെടുത്തേണ്ടത് 3 പേരെയായിരുന്നു. ഒന്ന് ഭാര്യയെ, തൻ്റെ പക്കൽ നിന്ന് തൻ്റെ ഒപ്പം ജീവിച്ച് തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഭാര്യയെ, അതോടൊപ്പം തന്നെ മറ്റൊന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മറ്റൊന്ന് ഇവരുടെ ഒരു ഒരു അയൽവാസിയായിട്ടുള്ള ഒരാൾ. അങ്ങനെ 3 പേരെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ പ്രതി പദ്ധതി ഇട്ടിരുന്നത്. ആ ശ്രമം പക്ഷെ നടന്നില്ലെങ്കിലും സുധാകരൻ അപ്രതീക്ഷിതമായി തൻ്റെ മുന്നിൽ വന്ന് പെടുകയായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. അതായത് സുധാകരനോട് തീർത്താൽ തീരാത്ത പക ഈ പ്രതിക്കുണ്ട്. എന്നാലും ഇന്നലെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്താൻ താൻ പദ്ധതി ഇട്ടിരുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗം കൂടിയാണ്, അബദ്ധവശാൽ സംഭവിച്ചൊരു കൊലപാതകം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവി ഇവിടെ വെച്ച് ആലത്തൂർ DYSP ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ഇവിടെ വന്നായിരിക്കും മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കുക. ഈ ആലത്തൂർ DYSP ഓഫീസിൽ എത്തിയായിരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് കോടതി. അവിടേക്ക് ആലത്തൂർ കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകും. നേരിട്ട് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ പ്രതിയെ എത്തിക്കുകയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഓപ്പൺ കോർട്ടിലടക്കം എത്തിക്കുമ്പോൾ ഈ സുരക്ഷാ പ്രശ്നങ്ങളടക്കമുണ്ട്. ഒരുപാടധികം ആളുകൾ പ്രകോപിതരായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ കോർട്ടിൽ കൊടുക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു പരിമിതി ഉണ്ട് എന്നിരിക്കെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് എത്തിച്ചായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. താങ്ക് യു നിഖിൽ പ്രമേഷ്.